In this video, we are going to discuss coefficient of determination. Coefficient of determination gives the percentage variation in the dependent variable in relation with the independent variable. Independent variable change ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ ഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വേരിയേഷൻ എത്ര പെർസെന്റേജ് ആണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യുന്നത്. Actually, it gives the ratio of the explained variance to the total variance. And it is also the square of correlation coefficient. നമുക്ക് correlation coefficient എത്രയാണോ കിട്ടിയത് അതിന്റെ just square ആണ് coefficient of determination. That is R square. R square is actually the explained variance divided by total variance. R നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ R into R ചെയ്താൽ കിട്ടുന്നതാണ് coefficient of determination. And it is much useful and better measure of interpreting the value of R. Coefficient of correlation ക്കാളും ഒന്നുകൂടെ അത് explain ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു coefficient ആണ് coefficient of determination. For example, ഇപ്പോൾ R 0.8 ആണെങ്കിൽ നമുക്ക് അത് 80% of variation dependent variable ഉണ്ട്. Independent variable കാരണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. That is wrong. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിൽ 0.8 കോറിലേഷൻ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ വരുത്തുന്ന ചേഞ്ച് കൊണ്ട് ഡിപെൻഡന്റ് വേരിയബിളിൽ 80% ചേഞ്ച് വരും എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. പക്ഷെ R സ്ക്വയർ നമ്മൾ എടുത്താൽ that will be 0.64. 0.8 into 0.8 എന്ന് പറയുമ്പോൾ നമുക്ക് R square will be 0.64. ഈ R squareന്റെ കേസിൽ നമുക്ക് പറയാം 64% of the variation in the dependent variable has been explained by the independent variable. അപ്പോൾ ബാക്കി വരുന്ന 36%. 0.64 എന്ന് പറയുമ്പോൾ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷനിൽ സാധാരണഗതിയിൽ പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. പെർസെന്റേജിൽ പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്രയാണ് വേരിയൻസ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ 0.64 R square എന്ന് പറയുമ്പോൾ 64% എന്ന് പറയും. അപ്പോൾ റിമൈനിങ് 36% ഓഫ് ദ ചേഞ്ച് ഈസ് ഡ്യൂ ടു അതർ ഫാക്ടേഴ്സ്. എക്സ് വൈനെ എഫക്ട് ചെയ്യുന്ന R is equal to 0.8. എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ 0.8 ആണ്. 0.8 into 0.8 ആണ് R സ്ക്വയർ. അപ്പോൾ എക്സിൽ വരുന്ന ചേഞ്ചസ് കാരണം വൈയിൽ വരുന്ന ചേഞ്ചസ് 64% ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ബാക്കി വരുന്ന 36% ചേഞ്ച് എക്സ് കാരണമല്ല, മറ്റെന്തോ വേരിയബിൾസ് അല്ലെങ്കിൽ മറ്റെന്തോ ഫാക്ടേഴ്സ് കാരണമാണ് എന്ന രീതിയിൽ നമുക്ക് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ കഴിയും ബൈ യൂസിങ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ആൻസേഴ്സ് നമ്മൾ പെർസെന്റേജിൽ പറയുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ഈസി ഫോർ us ടു അണ്ടർസ്റ്റാൻഡ്. ഇനി coefficient of determination 0 to 1 ഇടയിലാണ് വരിക. That is because R, that is correlation coefficient നമുക്ക് -1 plus 1 ഇടയിലാണല്ലോ വരിക. സോ R നമ്മൾ സ്ക്വയർ ചെയ്യുന്നത് കൊണ്ട് 0ന്റെയും 1ന്റെയും ഇടക്കായിട്ടാണ് നമുക്ക് coefficient of determination കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. If R is equal to 0.82, find coefficient of determination, coefficient of non-determination and coefficient of alienation. Coefficient of determination is R square, that is R into R. So 0.82 into 0.82, that is 0.6724. ഇത് പെർസെന്റേജിലേക്ക് മാറ്റുമ്പോൾ into 100 ചെയ്യാം. That will be 67.24%. എന്ന് വെച്ചാൽ എക്സ് ആൻഡ് വൈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് 0.82. അതിന്റെ എക്സ് ആണോ വൈ ആണോ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. നമ്മളിപ്പോ എക്സ് ആണ് ഇൻഡിപെൻഡന്റ്, വൈ ഡിപെൻഡന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ എക്സിന് വരുന്ന ചേഞ്ചസ് കാരണം വൈയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. എക്സും വൈയും കോറിലേറ്റഡ് ആണ് ബിക്കോസ് R ഈസ് 0.82. ഇനി എക്സിന് വരുന്ന ചേഞ്ചസ് കാരണം എത്ര പെർസെന്റേജ് ചേഞ്ച് ആണ് വൈയിൽ വരുന്നത്, അതാണല്ലോ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. അപ്പോൾ 67.24% ഓഫ് ദ ചേഞ്ചസ് ഇൻ വൈ ഈസ് ഡ്യൂ ടു എക്സ്. 67% ചേഞ്ച് വൈയിൽ വരുന്നത് എക്സ് കാരണമാണ്.
അപ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടിന് ഇമ്പോർട്ടൻസ് വരുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് നോൺ ഡിറ്റർമിനേഷൻ. അപ്പൊ 67% ചേഞ്ച് എക്സ് കാരണമാണെങ്കിൽ എക്സ് അല്ലാത്ത ഫാക്ടേഴ്സ് കൊണ്ട് എത്ര ചേഞ്ച് ആണ് വൈയിൽ വരുന്നത്? ദാറ്റ് ഈസ് 1 മൈനസ് ആർ സ്ക്വയർ. 1 ആണല്ലോ ടോട്ടൽ. അപ്പൊ അതിൽ നിന്ന് എക്സ് കാരണമുള്ള ചേഞ്ച് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണല്ലോ മറ്റു ഫാക്ടേഴ്സ് കാരണമുള്ള ചേഞ്ച്. ദാറ്റ് ഈസ് 1 മൈനസ് 0.6724. അതിനെ നമുക്ക് കിട്ടുന്നത് 0.3276. പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 100, that will be 32.76% of the changes in y is due to some other factors other than x. In a coefficient of alienation, this is square root of 1 minus r square, that is 0.5724. ഇനി നമുക്ക് കോറിലേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് കൂടി പഠിക്കാനുണ്ട്. കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. Correlation is a measure of joint variability of two random variables. രണ്ട് വേരിയബിൾസ് തമ്മിൽ ഒന്നിച്ച് മൂവ് ചെയ്യാനുള്ള ഒരു മെഷറിനെയാണ് നമ്മൾ കോവേരിയൻസ് എന്ന് പറയുന്നത്. And it can be calculated using the formula covariance of xy is equal to sigma x minus x bar into y minus y bar divided by n. ഇത് നമ്മൾ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയുടെ ഒരു ഭാഗമാണ്. കോവേരിയൻസ് നമുക്ക് ഡയറക്ഷൻ ആണ് പറഞ്ഞു തരുന്നത്. കോറിലേഷൻ നമുക്ക് ഡയറക്ഷനും സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസും നമുക്ക് പറഞ്ഞു തരും. അതിലൊരു ഭാഗമാണ് കോവേരിയൻസ്. കോവേരിയൻസ് ഡയറക്ഷൻ ഓഫ് ദി മൂവ്മെന്റ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സി, കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയിൽ നമ്മൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എക്സ് സിഗ്മ വൈ, ഇതാണ് നമ്മളൊരു ഫോർമുലയിൽ പഠിച്ചത്, കാൾ പിയേഴ്സൺസ് ഫോർമുല. അപ്പൊ ഇതില് സിഗ്മ എക്സും സിഗ്മ വൈയും മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളത് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ആണ്. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദെൻ. കോവേരിയൻസ് ഓഫ് എക്സ് വൈയിൽ വരുന്ന ഫോർമുലേന്റെ കൂടെ ഡിനോമിനേറ്ററിൽ സിഗ്മ എക്സും സിഗ്മ വൈയും ചേർത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് കോറിലേഷൻ. Then n is as usual number of pairs of observations. Sigma x is standard deviation of x series, sigma y is standard deviation of y series, and x bar is arithmetic mean of x, y bar is the arithmetic mean of y. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ it is easy for us to calculate both correlation and covariance. രണ്ടും നമുക്ക് സെയിം ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. കോവേരിയൻസ് ആകുമ്പോൾ കോറിലേഷന്റെ ഫോർമുലയുടെ ഒരു ഭാഗം മതി, അതിലേക്ക് ഡിനോമിനേറ്ററിൽ എന്നിന്റെ കൂടെ സിഗ്മ എക്സും സിഗ്മ വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ the same formula becomes the formula to calculate correlation. That's all with coefficient of determination, coefficient of non-determination and covariance. Thank you.